Ladies and gentlemen, this is Adesh and welcome to my Kanedi. സോ ഒരു സീരീസ് ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി റിലീസ് ചെയ്തതാണ്. ഇതിപ്പോ ഞാൻ കണ്ടു തീർന്നേ ഉള്ളൂ. ഒരു ഗാങ്സ്റ്റർ സീരീസ് ആണ്. നമ്മുടെ ഐശ്വര്യ രാജ്, സമുദ്രക്കനി ഇവരൊക്കെയാണ് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇസക പട്ടണം ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. 7 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് ഏകദേശം അരമണിക്കൂറാണ്. 3-3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ കണ്ടു തീർക്കാം. ഇത് 1980, 90 ആ കാലഘട്ടത്തിലുള്ള ഗാങ്സ്റ്ററിന്റെ കഥ പറയുന്ന സീരീസ് ആണ്. ആരാണ് ഗാങ്സ്റ്റർ? സമുദ്രക്കനി. ഗാങ്സ്റ്റർ ഡ്രാമ എത്ര ഗാങ്സ്റ്റർ സമുദ്രക്കനി. ഇതിലും വലിയ കോമഡി വേറെ വല്ലതും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സമുദ്രക്കനി ഒരു കിഡു ആക്ടറാണ്. ഈസ് ആക്ച്വലി വണ്ടർഫുൾ പെർഫോമർ. അത് പറഞ്ഞിട്ട് ഈ സ്ലോ മോഷനിൽ ജക്ക് ബുക്ക് മ്യൂസിക് ഇട്ട് കൊടുത്ത ഗൂസ് ബംസ് അടിക്കുകയോ? രോമാഞ്ചം അടിച്ചില്ല, രാമച്ച അടിച്ചു. കിഡു ആണ്. ബട്ട് ദിസ് ഇസ് ആക്ച്വലി കിഡു ഉറക്ക ഗുളികയ്ക്ക് വരെ കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു സീരീസ് ആണ്. അയ്യോ, ഈ തേങ്ങ കണ്ടു തീർക്കാൻ പെട്ട പാട്. ഗാങ്സ്റ്റർ ഡ്രാമ. ഇത് ഡ്രാമ ശരി, നാടകമാണ്. സീരീസ് നാടകമാണ്. ഗാങ്സ്റ്റർ ആര്? അത് വന്നിട്ട് നമ്മുടെ സമുദ്രക്കനി. അയ്യോ, ഇങ്ങനെ കൊണ്ട് ഈ മാസ് സീൻസ് ഒന്നും പുൾ ഓഫ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ആൻഡ് ഇങ്ങനെ ഈ രാജാപ്പാട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന എക്സ്പ്രഷൻ ഒക്കെയാണ് ഇതിൽ ഇട്ട് കൂട്ടിയിരിക്കുന്നത്. അൺബെയറബിൾ. ഈ സീരീസ് കംപ്ലീറ്റ് മിസ്കാസ്റ്റ് ആണ്. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാ എന്താണ്, ഇസക പട്ടണത്തില് ജട്ടി മുതൽ ബനിയൻ വരെ, ഐ മീൻ ബോട്ട് ജട്ടി എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ അണ്ണനാണ്. നായിഡു വൺ ടെററാണ്. അവിടുത്തെ പോലീസ്, കോടതി, സീപ്പർ, ക്ലീനർ, പ്യൂണ്, ക്ലർക്ക് എല്ലാം നമ്മുടെ അണ്ണനായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. എന്തൊക്കെയുണ്ട് പറഞ്ഞാലും അൽപ്പനാണ്. അൽപ്പൻ പറഞ്ഞാൽ ഭൂലോക അൽപ്പൻ. സ്വന്തം വീട്ടിന്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോ വേൾഡ് കപ്പ് ആകുമ്പോൾ നെയ്മറിന്റെയും റൊണാൾഡോന്റെയും മെസ്സിയുടെയും കട്ടൗട്ട് വെക്കുന്ന പോലെ വെച്ചിരിക്കുകയാണ് കട്ടൗട്ട്. അത് ലോക അൽപ്പൻ. ശൃംഗേരുടെ മകളാണ് ഐശ്വര്യ രാജേഷ്. സോ ഐശ്വര്യ രാജേഷ് പഠിക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ എൻജിഒന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. തന്തപ്പിടിക്ക് എതിരാണ്. യൂഷ്വൽ മറ്റേ ഗാങ്സ്റ്റർ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ സീരിയൽ ടെംപ്ലേറ്റ് വരുന്നുണ്ട്. ഇത് ഗാങ്സ്റ്റർ ടെംപ്ലേറ്റ്. തന്തപ്പിടിക്ക് എതിരാണ്, പക്ഷെ തന്തപ്പിടിയുടെ കാശുവാണ് ഈ എൻജിഒന് വേണ്ടി വർക്ക് ചെയ്യാൻ. ഇതിലും വലിയ നാണക്കേട് വേറെ വല്ല ഉണ്ടോ വച്ചേ? അയ്യോ, ഐശ്വര്യ രാജേഷ് അടുത്ത മിസ്കാസ്റ്റ്. ഇതൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ അത്യാവശ്യം ബോൾഡ് ആയിട്ട് ഒരു ഗാങ്സ്റ്ററിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഈ നയൻതാര പോലത്തെ സ്റ്റാർഡം ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ടു വാച്ച്. ഇത് ഇംഗ്ലീഷ് ട്രാക്ക്, അതേപോലെ തന്നെ ജക്ക് ബുക്ക് വേണ്ടി മ്യൂസിക് വർക്ക് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവരെ കാണുമ്പോ അയ്യേന്നാണ് പറയാൻ തോന്നുന്നത്. വിധവയായ ശേഷം നമ്മുടെ ലൂസിഫറിലല്ലേ, എംപുരാനില് മഞ്ജു വാര്യർ നടന്നു വരുന്ന പോലെയൊക്കെ ഒരു നടത്തം നടക്കുന്നുണ്ട്. അഗെയിൻ നോ രാമച്ചം പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോയിട്ടില്ല. ഐശ്വര്യ രാജേഷിന്റെ ചില സീൻസ് ഒക്കെ വൻ കോമഡിയാണ്. ഇത് ഇവര് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. പക്ക കോമഡി പീസ്. നമ്മുടെ സമുദ്രക്കനി ഈ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കും. സമുദ്രക്കനിയുടെ തന്തയാവാൻ പ്രായമുള്ള ഒരു കളവനാണ് ഈ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കുന്നത്. ബോൾഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, തന്തപ്പിടിയെ വരെ എതിർക്കും, ഗാങ്സ്റ്ററെ വരെ എതിർക്കും. എന്നാൽ ആ കല്യാണം മുടക്കാൻ ആ കൊച്ചിന് പറ്റുന്നില്ല. ആൻഡ് സീരിയൽ ടെംപ്ലേറ്റ് ഇവിടെയാണ് വരുന്നത്. യൂഷ്വൽ സീരിയൽ ടെംപ്ലേറ്റ് എന്താണ്? പണക്കാരനായ നായകൻ പണക്കാരിയായ നായികയെ പ്രേമിക്കും, അല്ല സാധാരണക്കാരിയായ നായികയെ പ്രേമിക്കുന്നു. ഇതിൽ നേരെ തിരിച്ചു, പണക്കാരിയായ നായിക ഏതോ ഒരു പണിക്കാരനെ പ്രേമിക്കുന്നു. എന്നാൽ അവനെങ്കിൽ ഈ കല്യാണം മുടക്കാൻ നോക്കണ്ടേ? അവ അവിടെ വന്നിട്ട് പൂവൊക്കെ എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. പണ്ടാരം പോട്ടെ പറഞ്ഞിട്ടായിരിക്കും. കംപ്ലീറ്റ് മിസ്കാസ്റ്റ്. ഈ സീരീസ് ഫുൾ അത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ആൻഡ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മെറിൻ ഫിലിപ്പ് ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മറ്റേ ഒരു ഓർഡിനറി വുമൺ ക്യാരക്ടർ. ഭർത്താവിന് ചോറുണ്ടാക്കി കൊടുക്കുക, ചായ വെച്ച് കൊടുക്കുക, ഭർത്താവിനെ കുളിപ്പിച്ച് കൊടുക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ ക്യാരക്ടർ. ആ ചെറുക്കൻ ഒരു തുള്ളി അച്ചാറ് കഞ്ഞിക്ക് ചോദിച്ചിട്ട് പോലും ഈ പെണ്ണുമ്പിള്ള കൊടുത്തില്ല. എന്ത് ക്രൂരയാണ്, കൊടൂര ക്രൂര. കമ്പയറിംഗ് ടു ഓൾ അതർ ക്യാരക്ടേഴ്സ്, മെറിന്റെ ക്യാരക്ടർ വാസ് നൈസ്. ആ കൊച്ചു അത്യാവശ്യം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ ചോറും ചായയും വെച്ച് കൊടുക്കുകയാണെങ്കിലും കാണുമ്പോൾ നമുക്ക് അതെന്ന് പറയാൻ തോന്നുന്നില്ല. നല്ല നാച്ചുറൽ ആയിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. വലിയ സീനൊന്നും ഇല്ല, കുറച്ച്. പിന്നെ ഒരു പോർഷൻ കഴിയുമ്പോഴേക്കും കരച്ചിലാണ്. ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷനായി മാറുന്നുണ്ട്. സുനിൽ ഇപ്പൊ എവിടെ നോക്കിയാലും സുനിലാണ്. എല്ലാ ചാക്കനും പോക്കനും അഭിനയിക്കേണ്ട റോൾ വരെ പിങ്ങേരി പോയി ചെയ്യുന്നുണ്ട്. പോലീസ് ഓഫീസറാണ്. കുറച്ചു നേരം ഗുണ്ടയുടെ അവിടെ കാവല് നിൽക്കുന്നതാണ്.
കുറച്ചു നേരം പോലീസ് സ്റ്റേഷനിൽ കാവൽ നിൽക്കണ കാണാം. എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ പോലത്തെ ഒരു ക്യാരക്ടർ. ആൻഡ് യൂഷ്വലി എല്ലാ തെലുങ്ക് സിനിമയും ഞാൻ കാണുന്നതാണ്. ഒരുവിധമല്ല, ഒന്നോ രണ്ടരൊക്കെ മിസ്സാവും. ഞാൻ പോലും കണ്ടിട്ടില്ലടേ ഇതിൽ അഭിനയിച്ച ആൾക്കാരെ. നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് വെച്ചാൽ നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് എങ്കിലും ഉണ്ടാവും. ഇത് ഒന്നാമത് റൈറ്റിംഗേ പാളി, കംപ്ലീറ്റ് പാളി. എന്നാൽ കാണാൻ അറിയണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായെന്നെ തോന്നുമ്പോൾ ഒരൊറ്റ മനുഷ്യനും ഇല്ല. ഈ പ്രകാശ് രാജിനെയൊക്കെ പല റോളിലും കൊണ്ടുവന്നൂടെ? എനിക്ക് അതാണ്, പ്രകാശ് രാജൊക്കെ വന്നെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയേനെ. ആൻഡ് ഇതില് മറ്റേ ഐശ്വര്യ രാജേഷിന്റെ കാമുകനായിട്ട് ചങ്ങായി ഉണ്ട്, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. മറ്റേ വികട കവി പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു, അതിൽ മെയിൻ റോൾ ചെയ്ത ഒരാളുണ്ട്. ഇതില് നമ്മുടെ മെറിന്റെ കെട്ടിയവനായിട്ട്. എല്ലാവർക്കും ഒരു സ്ഥായി ഭാവം ഉണ്ട്. വലിയ മാസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലും അണ്ണന്റെ സ്ഥായി ഭാവം പേടിയാണ്, മുഖത്ത് നല്ലോണം പേടിയുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ കാസ്റ്റിംഗ് തന്നെ ഔട്ട് ആൻഡ് ഔട്ട് മിസ്കാസ്റ്റ് ആണ്. ഇതിൽ വേറെ വല്ലവരും ആയിരുന്നില്ല തിങ്സ് വുഡ് ഹാവ് ബീൻ ഇവൻ ബെറ്റർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. എടേ വലിപ്പിക്കണതിനൊക്കെ ഒരു പരിധി ഇല്ലടേ. 7 എപ്പിസോഡ് ഉണ്ട്. ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഈ സീരീസ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഇല്ല, ഒരു ഹൈ മൊമെന്റ് ഇല്ല, ഒന്നുമില്ല. ഭയങ്കര ഫ്ലാറ്റ് സാധനം. അതോ പ്രഡിക്റ്റബിൾ പറഞ്ഞാൽ ലോക പ്രഡിക്റ്റബിൾ. ടു മീ പേഴ്സണലി ഇത് ഭയങ്കര ഒരു നിർഗുണ സീരീസ് ആണ്. ഐ വുഡ് സേ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സീരീസാണ്. കണ്ടു തീർക്കാൻ പറ്റ പാട്. ഉറക്കം തൂങ്ങാണ് ഇങ്ങനെ ഇരുന്നിട്ട്. ഒന്നാമത് മഴ, അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ നല്ലൊരു ഉറക്ക ഗുളികയും കൂടി തന്നാൽ ഉറക്കം ഇല്ലാത്തവൻ വരെ ഉറങ്ങിപ്പോകും. ഫസ്റ്റ് എപ്പിസോഡൊക്കെ പിന്നെയും കണ്ടിരിക്കുക. പിന്നീട് അങ്ങോട്ട് ഐശ്വര്യ രാജേഷിന്റെ കുറെ മെഴുകു പ്രതിമ പോലത്തെ എക്സ്പ്രഷൻ, മാസ് കാണിക്കാൻ വേണ്ടി കുറെ സാധനം കാണിക്കുന്നുണ്ട്. അത് അൺബെയറബിൾ. ഇങ്ങനെ രാജാപ്പാട്ട് സെറ്റപ്പിലുള്ള കുറെ എക്സ്പ്രഷൻ നമ്മുടെ സമുദ്രക്കനിയുടെ വക. സമുദ്രക്കനിക്ക് മറ്റേ ബോട്ട് ജെട്ടിയൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഇസക പട്ടണത്തിൽ പണം വീഴും. ഇസക പട്ടണത്തിൽ അത് എങ്ങനെയാണെന്നോ കള്ളക്കടത്താണെന്നോ ഇനി മീൻ പിടിച്ചിട്ടാണെന്നോ അതൊന്നും കാണിക്കുന്നില്ല. ഈ മറ്റേ യവന്മാരുടെ വീട്ടിലൊക്കെ എന്താണ് മറ്റേ ഇതുണ്ടാ, പണം കായ്ക്കണ മരം ഉണ്ടാ, അങ്ങനെയാണ് അവർ പൈസക്കാരാണ്. ആ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇവർ നോക്കിയില്ല. ഈ കുടുംബത്തിന്റെ ഇടയിലുള്ള പ്രശ്നം, ഈ പവർ, ഈ മറ്റേ ഈ ഒരു ചെയറില്ലേ KGF സീൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഐശ്വര്യ രാജേഷ് ആണ് ഇതില് KGF യഷ്. അവസാനം എന്തോന്നടേ ഇത് കാണുമ്പോ നമുക്കൊരു എന്തെങ്കിലും ഒരു ഫീലിംഗ് തോന്നണ്ടേ? ഇത് ഒരു തേങ്ങയും തോന്നുന്നില്ല. ഇതെങ്ങനെയും പണ്ടാരൊന്ന് കഴിഞ്ഞാൽ മതി പറയുമ്പോഴേക്കും ലാസ്റ്റ് എപ്പിസോഡ് 3/4 മണിക്കൂർ. സോ വേണ്ടവർ കണ്ടു നോക്കാം. ഇസക പട്ടണം ഈ സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. തെലുങ്കാണ്, തമിഴ് മലയാളം ഭാഷകളൊക്കെ അവൈലബിൾ ആണ്. ഐശ്വര്യ രാജേഷിന്റെ ഒരു ടൈമിലുള്ള പടങ്ങളൊക്കെ കിടുവായിരുന്നു. നോക്കിയാൽ മതി, സ്ക്രിപ്റ്റ് സെലക്ഷൻ പീക്കായിരുന്നു. ഇജാതി കോമാളിത്തരല്ല. എന്നാൽ ഇപ്പൊ എല്ലാ അലവലാതി പടത്തിലും കയറി അഭിനയിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ്. ഈ ഇടയ്ക്ക് ആക്ഷൻ കിങ് അർജുന്റെ ഒപ്പം ഒരു പടം ഉണ്ടായിരുന്നു, 10 പൈസക്കുള്ളില്ല. ഇത് അങ്ങനത്തെ ഒരു സീരീസ് ആണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് ഇസ് സ്ട്രീമിംഗ് ഓൺ ആമസോൺ.